കർത്താവിന്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 8 വേർഡ് 19 പ്ലീസ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. I can see mainly 3 words: expectation, creation, waits. Expectation, creation, wait. ഈ പ്രപഞ്ചം, പ്രകൃതി, സർവവും സകലവും ഒരു കൂട്ടം ആളുകളെ കാത്തിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് വേണ്ടത്, മനുഷ്യന് വേണ്ടത്, പ്രകൃതിക്ക് വേണ്ടത്, the creation mean in this universe. ഈ യൂണിവേഴ്സിന് വേണ്ടത് ദൈവപുത്രൻ, ദൈവമകൻ, ദൈവമകൾ എന്ന വെളിപ്പാടിൽ ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, നിൽക്കുന്ന ഒരു തലമുറയാണ്. ആ ധനവാനായ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ടപ്പോൾ അവന്റെ ആത്മാവിന് കാണാമായിരുന്നു, കേൾക്കാമായിരുന്നു, പറയാമായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു, സെൻസ് ചെയ്യാമായിരുന്നു, എവരിതിങ്. അപ്പോൾ ആരും എന്നോട് പറഞ്ഞതല്ല, എങ്കിലും പലരുടെയും മനസ്സിൽ ഒരു ചിന്ത വന്നേക്കാം, പാസ്റ്ററെ അത് യേശു പറഞ്ഞ ഒരു പാരബിൾ അല്ലേ, ഒരു ഉപമയല്ലേ? നോ, അതൊരിക്കലും യേശു പറഞ്ഞൊരു ഉപമയല്ല. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ലൂക്കോസ് 15:1 യേശു പറയുന്നുണ്ട്, ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. അടുത്ത ഉപമയിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മയുണ്ടെന്ന് ഇരിക്കട്ടെ. പക്ഷേ അടുത്ത താഴെയുള്ള വാക്യത്തിൽ പറയുന്നത് ഒരു അപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സംഭവമാണ്. ഇതുപോലെ ലൂക്കോസ് 16 യേശു പറയുന്നു, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. That is not a parable. That is, അത് ഉപമയല്ല, that's a reality. Hallelujah, hallelujah. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രന് നരകവും പാതാളവും സ്വർഗാദി സ്വർഗങ്ങളും എല്ലാം കാണാൻ കഴിയുന്ന ദൈവപുത്രന് അവിടെ സംഭവിക്കുന്നത് അറിയാൻ കഴിയും. ബൈബിൾ പറയുന്നു, സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കും. അവനോടത്രേ എനിക്കും നിങ്ങൾക്കും കാര്യമുള്ളത്. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. ഐ തിങ്ക് ഹീബ്രു ചാപ്റ്റർ 4 വേർഡ് 13. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനോടത്രേ നമുക്ക് കാര്യമുള്ളത്. Thank you, Lord Jesus. He knows everything. He can see it every areas. സ്വർഗം അവന്റെ മുമ്പിൽ ഓപ്പൺ ആണ്.
ഹെൽ, പാതാളം അവന്റെ മുമ്പിൽ ഓപ്പൺ ആണ്. സ്വർഗാദി സ്വർഗങ്ങൾ ഓപ്പൺ ആണ്. All the galaxy and all the universe, everything he can see, he can enter. Thank you, Lord Jesus. അങ്ങനെങ്കിൽ ധനവാന്റെ ആത്മാവിനെ കണ്ടവനാണ് ഭൂമിയിൽ വന്നിട്ട് പറയുന്നേ, നിങ്ങൾക്കറിയാവോ, ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. എന്താണ് ആത്മാവിന്റെ പ്രത്യേകത? ആത്മാവിന് മരണമില്ല. ഇവിടെ മരിച്ച മനുഷ്യന്റെ ആത്മാക്കൾ ദൈവം വെച്ച സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ അതിന് അനുവാദമില്ല, കഴിയില്ല. അതാണ് ബൈബിൾ പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. എന്നാൽ മനുഷ്യാത്മാവിന് കാണാം, കേൾക്കാം, പറയാം, സെൻസ് ചെയ്യാം. അതുകൊണ്ടാണ് അവൻ അബ്രഹാമിനെ തിരിച്ചറിഞ്ഞത്, അബ്രഹാം പിതാവേ എന്ന് വിളിച്ചത്, ആ പാതാളത്തിൽ യാതന അനുഭവിച്ചത്, ആ പെയിൻ അവനുണ്ടായത്, ആ ബേണിങ് അവനുണ്ടായത്, അവന്റെ സഹോദരങ്ങളെ കുറിച്ച് അവന് ഓർമ്മ വന്നത്, അവൻ പറഞ്ഞതെല്ലാം. പക്ഷേ പൈശാചിക ആത്മാവ് അങ്ങനെയല്ല. യേശു കടലിന്റെ മേളിലൂടെ നടന്നു വന്നപ്പോൾ സൂപ്പർ നാച്ചുറലായ, പ്രകൃത്യാതീതമായ, ചിന്തയ്ക്കും ബുദ്ധിക്കും എത്തും പിടിയും കിട്ടാത്തൊരു കാര്യം കണ്ടപ്പോൾ അയ്യോ ഭൂതം ഭൂതം എന്ന് പറയാൻ നിനക്ക് എളുപ്പമാണ്. പക്ഷേ എന്റെ ദൈവത്തിനും അത് ചെയ്യാൻ കഴിയും. എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണെന്ന് വിശ്വസിക്കാൻ നിനക്കൊരു കൃപ വേണം. ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു, എന്റെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം സംഭവിച്ചു, അത് ദൈവത്തിന്റെ കരമാണെന്ന് പറയാൻ നിന്നിൽ പരിശുദ്ധാത്മാവ് വേണം. ഫറവോന്റെ വടിയും അത്ഭുതം ചെയ്തു, മോശയുടെ വടിയും വർക്ക് ചെയ്തു. പൈശാചിക മേഖലകളും പ്രവർത്തിക്കുന്നു. ശരിയാ നിങ്ങൾ ചിന്തിക്കുന്ന, പക്ഷേ ഒരിക്കലും ഡിമോണിക് റിലം, പൈശാചിക മേഖല, സാത്താൻ പ്രവർത്തിച്ചാൽ ഒരിക്കലും അത് മനുഷ്യനെ സ്വതന്ത്രമാക്കത്തില്ല. ഫറവോൻ ചെയ്യുന്ന അത്ഭുതം ഇസ്രായേൽ ജനത്തെ സ്വതന്ത്രമാക്കാൻ ചെയ്ത അത്ഭുതമല്ല, ഒന്നും കൂടെ ബന്ധിക്കാൻ ചെയ്തതാണ്. പക്ഷെ മോശ ചെയ്യുന്ന അത്ഭുതം അത് ബന്ധിക്കാനുള്ള അത്ഭുതമല്ല, അത് വിടുവിച്ചെടുക്കാനുള്ള അത്ഭുതമാണ്. Thank you, Jesus. പരീശന്മാർ തമ്മിൽ പറഞ്ഞു, അവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അവരുടെ ഒരു അസൂയ കൊണ്ടും അസ്വസ്ഥത കൊണ്ടും പറഞ്ഞതാ. യേശു പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. By the power of the Holy Ghost, I am casting out the demons. Thank you, Holy Spirit. കൈകൊടുത്ത് പറഞ്ഞ്, പിശാച് ഒരിക്കലും നിനക്കൊരു നന്മയും ചെയ്യത്തില്ല. പറഞ്ഞ്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിലെ പിതാവിൽ നിന്ന് വരുന്നു. ദൈവമാണ് നന്മയുടെ ഉറവിടം. Your spirit is precious. നിന്റെ ആത്മാവ് വിലയേറിയതാ. അതാ യേശു പറഞ്ഞത്, ഒരാത്മാവിന്റെ വില. Come on, let us say everyone, ഒരാത്മാവിന്റെ വില.
ലോകത്തെക്കായിലും വിലയേറിയതാണ്. യുവർ സ്പിരിറ്റ് ഈസ് വെരി പ്രഷ്യസ്. എന്നെ കാണുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ എന്നെ വാച്ച് ചെയ്യുന്നവരെ, യു ആർ വെരി പ്രഷ്യസ്. നിങ്ങൾ വിലപ്പെട്ടവരാണ്, നിങ്ങൾ വിലയേറിയവരാണ്. നിന്റെ ആത്മാവിനെ ഒരിക്കലും നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ ആത്മാവിനെ ഒരിക്കലും നീ തന്നെ ഇല്ലാതാക്കരുത്. നീ ദൈവത്തിന് വിലയേറിയ ഒന്നാണ്. നിന്റെ ആത്മാവിനെ രക്ഷിക്കാനാണ് ആത്മാവായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ എന്താണ് ഡിമോണിക് സ്പിരിറ്റ്സിന്റെ പ്രത്യേകത? പൈശാചിക ആത്മാക്കളുടെ പ്രത്യേകത എന്താണ്? യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നിട്ട് പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. യേശുവിനെ കണ്ടപ്പോൾ ഇവരെല്ലാം കൂടെ ഭയന്നിട്ട് പറഞ്ഞു, അയ്യോ പിശാചാണോ ഇത്? അയ്യോ ഇതാരോ ഇത്? യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവന്റെ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭൂതങ്ങൾക്ക് എന്നെ പോലെ ശരീരം ഇല്ലല്ലോ. യു അണ്ടർസ്റ്റാൻഡ് മീ? അശുദ്ധാത്മാക്കൾക്ക്, ഭൂതങ്ങൾക്ക് സ്വന്തമായി അവർക്ക് ശരീരമില്ല. That is a spirit. Listen, പിശാചുക്കൾക്ക്, ദുരാത്മാക്കൾക്ക് സ്വന്തമായി രൂപമില്ല, സ്വന്തമായി ശരീരമില്ല. യേശു പറയുന്നു, നിങ്ങൾ എന്നെ കാണുമ്പോൾ എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ മുഖം, എൻ്റെ മുറിഞ്ഞ കരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ കൈയോ കാലോ മുഖമോ ഒന്നും സാത്താനില്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ കൊമ്പും വെച്ച് വാലും വെച്ച് വരുന്നവൻ ആണോ പിശാച്? വരാം. എന്താണെന്നറിയാവോ? അവന് ഈ ഭൂമിയിൽ സ്വന്തമായി ഒന്നുമില്ല. ശരീരമില്ല, അവന് വീടില്ല. അവന്റെ പിശാച് എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അവന്റേതെന്ന് പറയാൻ? അവൻ പോലും ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നില്ലേ? എനിത്തിങ്. അവൻ കെരൂബായിരുന്നില്ലേ? ആ കെരൂബ് ദൈവത്തിന്റെ ക്രിയേഷൻ അല്ലേ? എന്നാൽ പിശാചിന് ഇരിക്കാൻ ഒരു ശരീരം വേണം. അവന് നടക്കണം, അവന് ചിലതൊക്കെ കാണണം, അവന് ചിലതൊക്കെ കണ്ട് സന്തോഷിക്കണം, അവന് ചിലരെയൊക്കെ തകർക്കണം. അതുകൊണ്ട് അവൻ ശരീരങ്ങൾ അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് പീറ്റർ പറഞ്ഞത്, നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരഞ്ഞു നടക്കുന്നു. സിംഹമല്ല, സിംഹത്തിന്റെ രൂപം വേണമെങ്കിൽ അവൻ എടുക്കും. മരിച്ചുപോയ ശൗലിനെ മന്ത്രവാദി മന്ത്രവാദം ചെയ്ത് അതുപോലെ ഒരുത്തനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? അത് ശൗലാണോ? ശൗലിന്റെ റിയൽ സ്പിരിറ്റ് ആണോ? പിശാചിന് ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയും. അതാണ് പോൾ പറഞ്ഞത്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷവും ധരിക്കും. ദൈവത്തിന്റെ അഭിഷിക്തൻ ഡിക്ലെയർ ചെയ്യുന്നു, സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തിന്റെയും ആരംഭവും സകലത്തിന്റെയും ഉടമസ്ഥാവകാശവും ജീവനുള്ള ദൈവത്തിനാണ്. പിശാചേ, നിനക്ക് സ്വന്തമെന്ന് പറയാൻ ഈ മണ്ണിൽ ഒന്നുമില്ല. നിന്റേതെന്ന് പറയാൻ നിനക്ക് ഏതുമില്ല. ഞാൻ പറഞ്ഞാൽ നിനക്ക് പോയേ പറ്റത്തുള്ളൂ. We are the sons of God. ഈ പ്രപഞ്ചം ദൈവമക്കളുടെ, ദൈവപുത്രന്മാരുടെ വാക്കിനായി കാത്തിരിക്കുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ ദൈവം നൽകിയിരിക്കുന്നത് വാഴാൻ, വാഴ്ച നടത്താൻ, ഭരിക്കാൻ, നയിക്കാൻ. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ
തന്റെ ഇടത്തോടെ അധികാരത്തോടെ പൈശാചിക മേഖലയെ നോക്കി പറയാമോ, ഡിമോൺ get out. ഈ പ്രസംഗിച്ച റെവലേഷൻ, വെളിപ്പാട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പാസ്റ്റർ ക്രിസ്റ്റി, സാത്താൻ ഇവിടെ എന്തുണ്ട്? പിശാച് സൃഷ്ടിച്ചത് എന്തുണ്ട് ഇവിടെ? Look at this പുനലൂർ. You can see a lot of trees. മൂന്നാറിലോട്ട് പോയി നോക്ക. You can see the beautiful places. നോക്കി ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെ, ഒരാളുടെ മുഖമാണോ അടുത്ത ആളുടെ മുഖം, ഒരാളുടെ ഫിംഗർ പ്രിന്റ് ആണോ അടുത്ത ആളുടെ ഫിംഗർ പ്രിന്റ്. അതിശയവും ഭയങ്കരവുമായി ദൈവം എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നു, പിശാചേ, നിന്റേതെന്ന് പറയാൻ നിനക്കിവിടെ ഒന്നുമില്ല. Nothing. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ അവന്റെ കസ്റ്റഡിയിലാണല്ലോ ഈ പ്രപഞ്ചം, ഇത് മുഴുവൻ. യേശു തന്നെ പറയുന്നുണ്ട്, ദൈവപുത്രനായ യേശുവിന്റെ അരികിൽ വന്ന് പിശാച് ചോദിച്ചത് എന്നാണെന്നറിയാവോ? പിശാചിനെ അറിയേണ്ട ഒരു കാര്യം, സാത്താന് നിനക്കിത് മനസ്സിലായോ എന്ന് അറിയണ്ടേ? അതുകൊണ്ട് യേശുവിനോട് വന്ന് പറയുകയാണ്, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ you are the son of God. ഈ കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല ജീവിക്കുന്നത്. പിശാചേ, നാച്ചുറൽ റിലത്തിൽ നിന്നാണ് നീ സംസാരിക്കുന്നത്. ഫുഡ് കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ നാച്ചുറൽ റിലം. പക്ഷേ ഞാൻ നിൽക്കുന്നത് നീ ചിന്തിക്കുന്ന റിലത്തിലല്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും അവൻ ജീവിക്കും. എനിക്ക് നിന്റെ മുമ്പിൽ ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. നീ അത് ഭയക്കുന്നുണ്ടെന്നറിയാം. നീ സൺഷിപ്പിനെ ഭയക്കുന്നുണ്ടെന്നറിയാം. കാരണം അധികാരം ഇരിക്കുന്നത് പുത്രന്മാരുടെ അധരത്തിലാണ്. അധികാരം ഇരിക്കുന്നത് മക്കളുടെ അധരത്തിലാണ്. നീ അതിനെ പേടിക്കുന്നുണ്ടെന്നറിയാം. നീ അതിനെ ഭയക്കുന്നുണ്ടെന്നറിയാം. യേശു പറഞ്ഞില്ല, യേശു തെളിയിക്കാൻ നിന്നില്ല താൻ ദൈവപുത്രനാണെന്ന്. പക്ഷേ പിശാച് എടുത്തു ചോദിച്ചത് അവൻ അത് ഭയക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. പിശാചിനോട് യേശു ഇത് പറഞ്ഞില്ല, തെളിയിക്കാൻ നിന്നില്ല. Because he know himself. അവനെ തന്നെ അറിഞ്ഞിരുന്നു അവൻ ആരെന്ന്. നാളുകൾ ചിലത് പിന്നിട്ടു. യേശു ഇതാ ശിഷ്യന്മാരോടൊരു സന്ധ്യായാമത്തിൽ പറയുന്നു, പടകെടുക്കുക, എഴുന്നേക്ക്, നമുക്ക് അക്കരയ്ക്ക് പോകാം. മർക്കോസ് 5:1. അവർ പടകെടുത്ത് അക്കരയ്ക്ക് ചെന്നു. പടകിൽ നിന്ന് യേശു ഇറങ്ങിയ പട്ടണത്തിലോട്ട് കാല് വെച്ച ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നവനെ എതിരേറ്റു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആ അശുദ്ധാത്മാവ് യേശുവിനോട് പറയുന്നു, ദൈവപുത്ര, സമയത്തിനു മുൻപേ നീ എന്നെ ദണ്ഡിപ്പിക്കരുതേ. മകോന്നതനായ ദൈവപുത്ര,
Son of the Most High God. ചില മാസങ്ങൾക്ക് മുമ്പ് നീ എന്റെ മുമ്പിൽ ഒന്ന് വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് തിരുവഴുത്തുകൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തു. പിശാചിന്റെ മുമ്പിൽ കുനിയാത്തവന്റെ മുൻപിൽ, പിശാചിന്റെ മുമ്പിൽ വണങ്ങാത്തവന്റെ മുമ്പിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിശാച് വണങ്ങിക്കൊണ്ട് പറയുന്നു, Leave me alone. ക്രിസ്തുവിൽ നീ ആരെന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞാൽ, ക്രിസ്തുവിൽ നീ ആരെന്ന്, നീ ദൈവത്തിന്റെ മകനെന്ന്, നീ ദൈവത്തിന്റെ മകളെന്ന് നീ തിരിച്ചറിഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങും. പിശാചേ, നിനക്ക് ശരീരമില്ല, നിനക്ക് രൂപമില്ല, നിനക്കിവിടെ വീടില്ല, നിനക്കിവിടെ വസ്തുവില്ല, നിനക്കിവിടെ ആത്മാക്കളില്ല, നിനക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. പക്ഷേ നീ ഏത് രൂപം എടുക്കുന്നു? നീ പല രൂപങ്ങളിൽ വരുന്നു. നീ മനുഷ്യനെ ഭയപ്പെടുത്തുന്നു, നീ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു, നീ മനുഷ്യനെ വഞ്ചിക്കുന്നു. എന്നാൽ ഇതാ ദൈവപുത്രന്മാരുടെ ഒരു തലമുറ is coming against you, demon. ആത്മമണ്ഡലത്തിൽ നീ ഒന്ന് അധികാരത്തോടെ ഉറച്ചു നിന്നാൽ, ഇന്ന് പകൽ വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഒന്ന് സ്റ്റാൻഡ് ചെയ്തപ്പോൾ ഫറവോന്റെ പാടിയതുപോലെ ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലത്തിൽ നീ ഒന്ന് ഉറച്ചു നിന്നാൽ, ക്രിസ്തുവിൽ നീ ആര് എന്ന വെളിപ്പാട് നീ തിരിച്ചറിഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ വിറയ്ക്കും. നീ പുറത്തു വരാൻ പറഞ്ഞാൽ അവൻ പുറത്തു വരും, ഉരുളാൻ പറഞ്ഞാൽ ഉരുളും, ഛർദ്ദിക്കാൻ പറഞ്ഞാൽ ഛർദ്ദിക്കും. Because you are the Son of God. ഞാൻ പ്രസംഗിക്കുന്നവൻ, അഗ്നിജ്വാലത്തെ കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളത്തിന് സദൃശ്യമായ കാലുകളുള്ളവൻ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തിനായി വിധിക്കുന്നവൻ. അവനൊറ്റ മുഖമേ ഉള്ളൂ, അവനൊറ്റ രൂപമേ ഉള്ളൂ, അവനൊറ്റ ഷേപ്പേ ഉള്ളൂ. അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചീതറും. അവൻ പടകിൽ നിന്നിറങ്ങി ഗനസരേത്ത് തടാകത്തിൽ കയറി, പടകിൽ നിന്നിറങ്ങി ഗദര ദേശത്ത് കാലുകുത്തുമ്പോൾ അശുദ്ധാത്മാക്കൾ അത് അറിയും. അവൻ വ്യക്തികളെ കയ്യിലെടുക്കുമ്പോൾ അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അയ്യോ, അതൊരു പാവപ്പെട്ട പെൺകൊച്ച്, അതൊരു പാവപ്പെട്ട സഹോദരൻ, അവരൊരു പാവപ്പെട്ട സഹോദരിയ, അവനെ മറ്റവൻ ഉപയോഗിക്കുക. ഇന്ന് രാത്രിയിൽ ആ മേഖലകളെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് റോറ് ചെയ്യാമെങ്കിൽ, ഒന്ന് ഗർജിക്കാൻ തയ്യാറാകുമെങ്കിൽ, സിംഹം അലറുമ്പോൾ കാട് നെടുങ്ങും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മമണ്ഡലത്തിൽ ഗർജിക്കാൻ ഇന്ന് രാത്രിയിൽ ചില ലയൺസ് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന സ്ത്രീ, അവൾ കൃത്യമായി പറഞ്ഞില്ലേ, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, പുത്രന്മാർ. They are the servants, they are the sons of Most High God. They are preaching the salvation. രക്ഷാമാർഗം അറിയിക്കുന്നവർ. എന്നാൽ പൗലോസ് ഈ ശബ്ദം കേൾക്കുമ്പോൾ
എല്ലാരും ആ ശബ്ദം കേട്ട് ഹല്ലേലൂയ പറഞ്ഞു, കൈയടിച്ചു. പക്ഷെ പൗലോസ് ഈ ശബ്ദം കേൾക്കുമ്പോൾ ദിസ് ഈസ് ഡിസ്റ്റർബിംഗ് മീ. അവളെ സൂക്ഷിച്ചു നോക്കി. ആ ശബ്ദം അവന്റെ ആത്മാവിനെ അസ്വസ്ഥമാക്കി. വിട്ടുപോകാൻ കൽപ്പിച്ചു. ദൂതും പോയി, വെളിപ്പാടും പോയി. Thank you, Jesus. Romans chapter 12. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച്, റോമർ 12:1, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇന്ന് രാത്രി നിനക്ക് പറയാമോ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിര, എന്റെ കണ്ണ് ദൈവ മഹത്വം കാണാനുള്ളതാ, എന്റെ ചെവി ദൈവ ഇഷ്ടം കേൾക്കാനുള്ളതാ. എന്നെ ഉപയോഗിച്ചുകൊണ്ട് നീ അങ്ങനെ സൂയിക്കേണ്ട പിശാചേ എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? അതാ യേശു പറഞ്ഞത്, ഒരു മനുഷ്യനെ പിശാച് വിട്ടുപോയാൽ അവൻ ഇങ്ങനെ എംപ്റ്റി പ്ലേസ് അന്വേഷിച്ച് നടക്കുക. കാരണം അവൻ എവിടെയെങ്കിലും ഇരിക്കണം. 6000 ഭൂതങ്ങൾ. ഈ പുള്ളി കല്ലറയിലല്ലേ കിടക്കുന്നേ? കല്ലറയിലാണോ? എന്നാ പിന്നെ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ഏതെങ്കിലും ആളുകളുടെ അകത്തിരുന്നാ പോരെ? അവൻ ചത്ത ശവത്തിനകത്തോ അസ്ഥികൂടത്തിനകത്തോ ഒന്നും ഇരിക്കുന്നവൻ ഇഷ്ടമല്ല. അവൻ ഈ ചലിക്കുന്ന, മൂവ് ചെയ്യുന്നവനെ വേണം. എന്നാൽ ഇന്ന് രാത്രിയിൽ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ആത്മാവിലേക്ക് വരുമ്പോൾ ഇരുട്ടവിടെ ഡിസപ്പിയർ ആകുക. Darkness is going away. ദൈവാത്മാവ് ഒരിക്കലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യത്തില്ല. Never. ദൈവാത്മാവ് ഒരിക്കലും നിന്നെ വഴിതെറ്റിക്കത്തില്ല. ദൈവാത്മാവ് ഒരിക്കലും നിന്നെ പേടിപ്പിക്കത്തില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. Two world. Jesus teach this. യേശു പഠിപ്പിച്ചു ഈ 2 ലോകത്തെക്കുറിച്ച്. യേശു പഠിപ്പിച്ചു ഈ 2 രാജ്യത്തെക്കുറിച്ച്. സാത്താന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം. The kingdom of God and the demonic world. യേശു പറയുന്നു, സാത്താൻ അവന്റെ രാജ്യത്തിൽ അവന്റെ സംവിധാനങ്ങൾ മുഴുവൻ ദൈവത്തിനും തന്റെ പ്രവൃത്തിക്കും അവന്റെ വചനത്തിനും എഗൻസ്റ്റ് ആണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Might be partakers of the divine nature. നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹം വിട്ട് ഒഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ, നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തു വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ ഉണ്ടാകുകയാണ്. ദൈവത്തിന്റെ
ദിവ്യ സ്വഭാവത്തിന് നിങ്ങളും കൂട്ടാളികളാകുകയാണ്. കാരണം നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നതാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ ഉപവസിക്കാതെയും പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും ആരാധനകളിൽ പങ്കെടുക്കാതെയും ഒന്ന് ഓടി നോക്കിയേ, നിങ്ങളുടെ സ്വഭാവം തനിയെ മാറും. നിങ്ങളിൽ ആ പഴയ സ്വഭാവങ്ങൾ പലതും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി. 5-ാമത്തെ വാക്യം എന്നെ അതിശയിപ്പിക്കുന്നൊരു വാക്യമാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ വീര്യവും, വീര്യത്തോടുകൂടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രിജയവും, ഇന്ദ്രിജയത്തോടുകൂടെ സ്ഥിരതയും, സ്ഥിരതയോടുകൂടെ ഭക്തിയും, ഭക്തിയോടുകൂടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടുകൂടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി, അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. താങ്ക് യു ലോർഡ് ജീസസ്. എന്താ ദൈവത്തിന്റെ നേച്ചർ? നായയുടെ കുട്ടി നായ്ക്കുട്ടി, സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടി, പൂച്ചയുടെ കുട്ടി പറ പൂച്ചക്കുട്ടി. പൂച്ചയ്ക്ക് ജനിച്ചത് പൂച്ചയാ, നായ്ക്ക് ജനിച്ചത് നായ, സിംഹത്തിന് ജനിച്ചത് സിംഹമാ. ക്രിസ്തുവിൽ ജനിച്ചവൻ അവന്റെ മാറ്റമില്ലാത്ത കെടാത്ത ബീജമായ വചനം ആത്മാവിൽ വീണ് വീണ്ടും ജനനം പ്രാപിച്ചവൻ. അവന്റെ നേച്ചർ, അവന്റെ ഇമേജ്, അവന്റെ രൂപം, അവന്റെ ഭാവം, അവന്റെ ശബ്ദം, അവന്റെ നോട്ടം ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറമായത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിൽ ജ്യോതിസുകളാണ്. Thank you, Lord Jesus. His nature is holiness. His nature is love. His nature is boldness. ദൈവത്തിന്റെ സ്വഭാവം ഇതൊക്കെ. നിങ്ങൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ചെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ, അവന്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങളും അവകാശികളാണ്. എനിക്ക് വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ എനിക്ക് സ്നേഹം കാണണം. വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ എനിക്ക് ആ ധൈര്യം കാണണം. വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞ നിങ്ങളിൽ ദൈവത്തിന്റെ മുഖമുദ്രയാണ്, ദൈവത്തിന്റെ ഇമേജ് ആണ് ഹോളിനെസ്. വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ ആ വിശുദ്ധി കാണണം. ഇറ്റ്സ് ഡിവൈൻ നേച്ചർ. കാരണം നമ്മളിപ്പോൾ ദൈവഭവനക്കാരാണ്. ആരും മിണ്ടുന്നില്ല. എഫേസ്യർ 2:18-19 പൗലോസ് പറയുന്നു, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ എഫേസ്യർ 2:19 ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരത്രേ. ഹല്ലേലൂയ. We are one family. നമുക്ക് എല്ലാവർക്കും ഒറ്റ അപ്പൻ, നമുക്കെല്ലാവർക്കും ഒറ്റ ഭവനം, നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ ഒരുവൻ യാഗമായി, നമുക്കെല്ലാവരെയും ചേർക്കുവാൻ അവൻ ഒരുവൻ തിരിച്ചു വരുന്നു. നമ്മളെല്ലാവരും ചെന്ന് നിൽക്കേണ്ടത് ആ ഒരു ഒറ്റ സ്ഥലത്താണ്. നമ്മൾ ദൈവഭവനക്കാരാണ്. മോർ ദാൻ എ മിനിസ്ട്രി. നിങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണോ? അല്ലയോ? നിങ്ങളിപ്പോ ഏത് ഭവനക്കാരാ?
ദൈവഭവനക്കാരനാണ്. ഞാൻ ദൈവഭവനക്കാരനാകയാൽ എൻ്റെ ഭവനത്തിൽ എനിക്കൊരു അപ്പായുണ്ട്. ആ അപ്പ, he will provide everything for me. Thank you, Jesus. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. താങ്ക് യു ഹോളി ഗോസ്റ്റ്. റോമർ 8:14, 15, 16, 17 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകും. ദൈവാത്മാവാണോ നിങ്ങളെ നടത്തുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. ഈ സൃഷ്ടി, ഈ പ്രപഞ്ചം ആ വെളിപ്പാടിൽ നിൽക്കുന്നവനെ അന്വേഷിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. Thank you, Holy Spirit. നിങ്ങൾ ആരും ഇനി ദാസന്മാരോ ദാസിമാരോ അല്ല. മോനെ, താഴ്മ അഭിനയമല്ല. ഞാൻ ലോകത്തിൽ കണ്ടതിൽ ഏറ്റവും താഴ്മയുള്ളവൻ ക്രിസ്തുവാണ്. പക്ഷെ ആ ക്രിസ്തു, ഹെരോദാവ് എന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് യോഗമൊന്നും നടത്താൻ പറ്റുകയില്ല, മര്യാദയ്ക്ക് ടെന്റും സ്പീക്കറും എല്ലാം എടുത്തോണ്ട് പൊക്കോണം. കർത്താവ് പറഞ്ഞു, നീ പോയി ആ കുറുക്കനോട് പറ, ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ള യോഗം 3 ദിവസമാക്കുമെന്ന് പറയാൻ പറഞ്ഞു. പൈശാചിക മണ്ഡലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വളഞ്ഞു കൂനി നിൽക്കുന്നതല്ല താഴ്മ. ദൈവത്തിന്റെ ഞാൻ ഇങ്ങനെ പറയുന്നു, നിന്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിന്റെ മുൻപാകെ നീ ദാസനായി താഴ്മയുള്ളവനായി ആ അപ്പന്റെ കാലിൽ, ആ യജമാനന്റെ കാലിൽ ഇങ്ങനെ വീണ് കിടക്കണം. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഇറങ്ങി പുറത്തു വരണം. അടിമത്തത്തിൽ കിടന്ന ഞാൻ പുത്രത്വത്തിലേക്ക് വന്നു. ഞാനിപ്പോൾ അടിമയല്ല, ഞാനിപ്പോൾ പുത്രനാണ്. നിന്റെ അകത്ത് വന്നവൻ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഞാൻ എൻ്റെ മക്കളോട് പറയാം, ഒരു പിശാച് ഉപയോഗിക്കുന്ന കൃപയെന്ന് വീണുപോയ ഒരുത്തന്റെ മുമ്പിൽ നിന്റെ ശുശ്രൂഷയ അടിയറ പറയരുത്. യോഹന്നാൻ 8:34, 35, 32-ാമത്തെ വാക്യം പാസ്റ്റർ ജിജി ആദ്യം ഒന്ന് വായിക്കും. യോഹന്നാൻ 8:32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. How many people want freedom? ആത്മാവിലൊരു സ്വാതന്ത്ര്യം എത്ര പേർക്ക് വേണം? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി ആ വാക്യത്തിന്റെ 34, 35 വായിച്ച് എന്തുവാ സത്യം? അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. യെസ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. സൃഷ്ടി, പ്രപഞ്ചം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. ദാസൻ വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പുത്രൻ പുത്രത്വത്തിന്റെ വെളിപ്പാടിൽ നിൽക്കുന്നവൻ, പുത്രൻ
ഒന്നഴിച്ചാൽ പിന്നത് കെട്ടാൻ പറ്റുകയില്ല. Amen. 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 Yes. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ, ഏകവചനമല്ലത്. We all are the sons of God, children of God. You are the daughter of God. ബന്ധനത്തിൽ കിടക്കുന്ന ഒരുത്തനെ നോക്കി ദൈവപുത്രന്റെ നാമം അവന്റെ മേൽ പറഞ്ഞാൽ, പുത്രനാകുന്ന നീ, പുത്രനാകുന്ന പാസ്റ്റർ, പുത്രനാകുന്ന റോബിൻ, പുത്രനാകുന്ന ഇമ്മാനുവേൽ ഈ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടുന്നു, ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടുന്നു. പുത്രൻ, പുത്രി, നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടുന്നു, നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിയപ്പെടുന്നു. Galatians chapter 4 verse 1 to 7 please. Oh my God, this is amazing revelation. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ആ പുത്രന്മാരോട് എന്താ പറയുന്നത്? അടുത്ത 6ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ മക്കളാകൊണ്ട് നിങ്ങൾ നിങ്ങൾ me and you, നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. ഇനി നീ ദാസനല്ല, പുത്രനെങ്കിലോ. പറഞ്ഞ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. പുത്രനെങ്കിലോ 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 പുത്രിയെങ്കിലോ അവകാശി സർവത്തിനും യജമാൻ.